പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ അതിൻ്റെ ഹൈ ജമ്പ് മത്സരത്തിൽ 2 പേര് ഒന്നാം സ്ഥാനത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആർക്കാണ് 1 ആർക്കാണ് 2 നിശ്ചയിക്കാൻ പറ്റുന്നില്ല. ഗോൾഡ് മെഡൽ ആർക്ക് കിട്ടും എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തൊരവസ്ഥ. അതാണ് ഇറ്റലിക്കാരൻ തമ്പേരി, ഖത്തറുകാരൻ ബർഷിം. 2 പേരും 2.37 പൊക്കം, ഒരേ പൊക്കത്തിൽ ചാടി. എന്തു ചെയ്യും? റഫറി ഇങ്ങനെ തീരുമാനിച്ചു. അതായത് അടുത്ത ഒരു അറ്റംപ്റ്റും കൂടെ കൊടുക്കുകയാണ്. അടുത്ത അറ്റംപ്റ്റിൽ ആര് ഉയരത്തിൽ ചാടുന്നോ അവർക്ക് 1-ാം സ്ഥാനം. ആദ്യത്തെ അറ്റംപ്റ്റിലും ഒരേപോലെ, ഉടനെ 2ാമത്തെ അറ്റംപ്റ്റ് കൊടുത്തു, ഒരേപോലെ. മൂന്നാമത്തെ അറ്റംപ്റ്റിലും 2 പേരും ഒരേ പൊക്കത്തിൽ ചാടി നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ 3ാമത്തെ അറ്റംപ്റ്റിൽ ഇറ്റലിക്കാരൻ തമ്പേരിയുടെ കാലൊടുക്കി. അടുത്ത ഒരു അറ്റംപ്റ്റിൽ ഇയാൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. ഇത് ഖത്തറുകാരൻ ബർഷീം അറിഞ്ഞു. അപ്പം ബർഷീമിന് 2.37 പൊക്കം, അതായത് നേരത്തെ ചാടി സത്യം ചാടണ്ട, എത്ര ചാടിയാലും ഖത്തറുകാരൻ ബർഷീമാണ് 1-ാം സ്ഥാനം, കിട്ടും. എന്ത് ചെയ്യുന്നറിയാവൻ? ആ ബർഷീം റഫറിയോട് ചോദിച്ചു, അടുത്ത അറ്റംപ്റ്റിൽ ഞാനും കൂടെ ചാടുന്നില്ല എന്ന് വിചാരിക്കും, ചാടുന്നില്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് നിശ്ചയിക്കുക? അപ്പം പറഞ്ഞു, താങ്കൾ കൂടെ ചാടുന്നില്ലെങ്കിൽ എങ്ങനെയാണോ അവസാനം വന്ന് നിന്നത് അത് നോക്കിയായിരിക്കും സമ്മാനം നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ 2 പേർക്കും 1-ാം സ്ഥാനം, 2 പേർക്കും ഗോൾഡ് മെഡൽ. ഉടനെ ഈ ഖത്തറുകാരൻ ബർഷീം പറഞ്ഞു, എങ്കിൽ ഞാനും ചാടുന്നില്ല, സമ്മാനം സ്വർണ്ണ മെഡൽ ഞങ്ങൾക്ക് 2 പേർക്കും കൂടി വീതിച്ച് തന്നേക്കൂ. സ്നേഹമുള്ളവരെ, ഖത്തറുകാരൻ ബർഷീം 1-ാം സ്ഥാനം സ്വർണ്ണ മെഡൽ കിട്ടേണ്ട അവൻ പിറ്റേ ദിവസത്തെ പത്രത്തിൽ മീഡിയ മുഴുവൻ എഴുതി, എതിരാളി തോറ്റുപോകരുത് എന്ന് ചിന്തിക്കുന്നതാണ് യഥാർത്ഥ വിജയം. എതിരാളി തോറ്റുപോകരുത് എന്ന് ചിന്തിക്കുന്നതാണ് യഥാർത്ഥ വിജയം. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ വ്യത്യസ്തമായ ജീവിത വഴികളിലൂടെ വ്യത്യസ്തമായ ജീവിതാവസ്ഥ തിരഞ്ഞെടുത്ത് ജീവിക്കുന്നവരാണ്. ഞാൻ ഒരു വൈദികൻ, കുടുംബജീവൻ നയിക്കുന്ന വ്യക്തികളുണ്ട്, ഏകസ്ഥരായിട്ട് ജീവിക്കുന്നവരുണ്ട്, മാതാപിതാക്കൾ മക്കളുമുണ്ട്, വ്യത്യസ്തമായ ജോലി ചെയ്യുന്നവരുണ്ട്. എന്താണ് നമ്മുടെ ജീവിതാവസ്ഥ ഏതായാലും ഈ ജീവിതാവസ്ഥയിൽ എപ്പോഴും നമുക്ക് വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിജയിക്കണമെങ്കിൽ ഞാനും നിങ്ങളും ജീവിതത്തിൽ തോറ്റുകൊടുക്കാനായിട്ട് തയ്യാറാകണം. തോറ്റുകൊടുക്കാനായിട്ട് തയ്യാറാകുന്ന വ്യക്തിയാണ് ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുന്നത്. സ്നേഹമുള്ളവരെ, കുടുംബജീവിതം നമുക്കറിയാം. ഒരു ഭാര്യയും ഭർത്താവും, മരണം വരെ കർത്താവ് കൂട്ടി യോജിപ്പിച്ച ബന്ധം. അപ്പോൾ ക്രിസ്ത്യാനിയാണെങ്കിൽ വിവാഹം എന്ന കൂദാശയോടെ ആരംഭിക്കുന്ന ബന്ധം, ആ ബന്ധം മരണം വരെ ഒന്നായി തീർന്ന് വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കുടുംബജീവിതത്തിലെ പ്രധാനപ്പെട്ട തൂണുകളായ ഭാര്യയും ഭർത്താവും. ജീവിതത്തിലെ ഏത് കാര്യത്തിലും ഭർത്താവ് ഭാര്യയുടെ മുമ്പിൽ തോറ്റുകൊടുക്കാൻ, ഭാര്യ ഭർത്താവിൻ്റെ മുമ്പിൽ തോറ്റുകൊടുക്കാൻ തയ്യാറാകണം. 2 പേരും തോറ്റുകൊടുക്കാനായിട്ട് തയ്യാറായാൽ അവർ 2 പേരും വിജയിക്കും. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ 2 പേരും ഒരേപോലെ വിജയിക്കാൻ ഒറ്റ വഴിയുള്ളൂ, ഒരാൾ മറ്റൊരാളുടെ മുമ്പിൽ തോറ്റുകൊടുക്കുക. തോറ്റുകൊടുക്കുന്ന മനോഭാവം. സ്നേഹമുള്ളവരെ, ഈ മനോഭാവം ആര് കാണിച്ചു തന്നു? ഈ മനോഭാവം യേശു ക്രിസ്തു കാണിച്ചു തന്നു. നമുക്കൊക്കെ ആശ്വാസം ലഭിക്കുന്ന, സന്തോഷം ലഭിക്കുന്ന, സമാധാനം ലഭിക്കുന്ന, സ്വസ്ഥത ലഭിക്കുന്ന ഒരടയാളമാണ് കുരിശിൽ 3 ആണികൾ തൂങ്ങിക്കിടക്കുന്ന ഈശോയിലേക്ക് നോക്കുമ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ വ്യത്യസ്തമായ നൊമ്പരങ്ങളും വേദനകളും സഹനങ്ങളും അതുപോലെ തന്നെ വെറുപ്പും വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിലും ആ കുരിശിലേക്ക് നോക്കുമ്പോൾ കുരിശ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു സത്യമുണ്ട്. കുരിശിലെ ഈശോ
എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കി തരുന്നൊരു സത്യമുണ്ട്. ആ സത്യം ഇതാണ്: ദൈവത്തിൻ്റെ പുത്രനായ യേശു ലോകത്തിൻ്റെ മുമ്പിൽ, മനുഷ്യരുടെ മുമ്പിൽ തോറ്റുകൊടുത്തതാണ്, തോറ്റ് തന്നതാണ് കുരിശ്. ദൈവത്തിൻ്റെ പുത്രൻ ലോകത്തിൻ്റെ മുമ്പിൽ താൻ ദൈവമായിരുന്നിട്ടും തോറ്റുകൊടുത്തപ്പോൾ, ഈ തോറ്റുകൊടുത്ത ദൈവത്തിന് ലോകത്തിലെ സകല മനുഷ്യരുടെയും മുമ്പിൽ വിജയിക്കാൻ സാധിച്ചു. തോറ്റുകൊടുക്കുന്നതിൻ്റെ അടയാളമായ കുരിശ് വിജയത്തിൻ്റെ അടയാളമായി മാറിയത് ഈ കുരിശിലെ ഈശോ മനുഷ്യരുടെ മുമ്പിൽ തോറ്റുകൊടുത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രധാനപ്പെട്ടൊരു സത്യം. വിവാഹമെന്ന കൂദാശയിലൂടെ രണ്ട് മനുഷ്യ വ്യക്തികളെ കൂട്ടിയോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബാഹ്യമായിട്ട് സഭ തിരഞ്ഞെടുക്കുന്നൊരു അടയാളം കുരിശാണ്. ആ കുരിശ്, അത് താലിയിൽ കാണുന്ന കുരിശ്. അപ്പം എന്താണെന്നറിയാമോ? സത്യത്തിൽ വിവാഹ ദിവസം വിശുദ്ധ കുർബാന മധ്യേ ഭർത്താവാകാൻ പോകുന്ന വ്യക്തി ഭാര്യയാകാൻ പോകുന്ന വ്യക്തിയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുന്ന താലി, ഈ താലിയിലെ കുരിശ്. എന്താണ് ഭർത്താവ് ഭാര്യയോട് പറയുന്നതെന്നറിയാവോ? ഈ താലി കെട്ടിക്കൊടുക്കുമ്പോൾ ഈ താലിയിൽ കാണുന്ന കുരിശ്, അത് ഈശോ തോറ്റ് തന്നതിൻ്റെ, തോറ്റു കൊടുത്തതിൻ്റെ അടയാളമാണ്. ഞാൻ എന്നും നിൻ്റെ ജീവിതത്തിൽ തോറ്റ് തന്നോളാം. അപ്പോൾ ഭർത്താവ് തോറ്റ് തന്നോളാം എന്ന ഉറപ്പിൻ്റെ അടയാളമാണ് ഈ ഭാര്യയുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തിരിക്കുന്ന താലി. ഇനി മരണം വരെ കഴുത്തിൽ ഈ താലി ഇട്ടുകൊണ്ട് നടക്കുന്ന, താലിയിലെ കുരിശ് കാണിച്ചുകൊണ്ട് ഇട്ടുകൊണ്ട് നടക്കുന്ന ഭാര്യ എന്താ പറയണത്? ഭാര്യ പറയുന്നത് ഭർത്താവിനോട്, ഞാൻ ജീവിതത്തിൽ എല്ലാ സമയവും ഞാൻ നിൻ്റെ മുമ്പിൽ തോറ്റു തന്നോളാം. അപ്പോൾ താലി കെട്ടിക്കൊടുത്ത ഭർത്താവും താലി ഇട്ടുകൊണ്ട് നടക്കുന്ന ഭാര്യയും രണ്ടുപേരും സഭയുടെയും സമൂഹത്തിൻ്റെയും മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും തോറ്റ് തന്നോളാം. ഇനി ഒരു ഭാര്യയും ഭർത്താവും ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും തോറ്റ് തന്നോളാം, തോറ്റു കൊടുക്കും എന്ന ഉറപ്പിലാണ് കുടുംബജീവിതം നയിക്കുന്നതെങ്കിൽ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടായാല. ബുദ്ധിമുട്ടുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, നഷ്ടങ്ങളുണ്ടാവും, നൊമ്പരങ്ങളുണ്ടാകും, തകർച്ചകളുണ്ടാവും, വ്യത്യസ്തമായ തിക്താനുഭവങ്ങളുണ്ടാവും. ഏതനുഭവം ഉണ്ടായാലും ഈ അനുഭവത്തിൽ പരസ്പരം തോറ്റുകൊടുക്കാനായിട്ട് തയ്യാറായാൽ അവരുടെ ദാമ്പത്യ കുടുംബ ജീവിതം വിജയത്തിലേക്ക് നയിക്കും. അങ്ങനെ ഈ മക്കൾ കാണുന്ന എന്താ? അപ്പനും അമ്മയും ഏത് കാര്യത്തിലായാലും ഒരാൾ മറ്റൊരാളുടെ മുമ്പിൽ, മറ്റൊരാൾ ഒരാളുടെ മുമ്പിൽ തോറ്റുകൊടുക്കുന്നു. ഈ തോറ്റുകൊടുക്കുന്ന മനോഭാവമുള്ള കുടുംബത്തിൽ സന്തോഷവും സമാധാനം ഉണ്ടാവും. ആ മക്കൾക്ക് നല്ല ഭാവി ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഇനി ഭാര്യ ഭർത്തൃബന്ധത്തിൽ മാത്രമല്ല, ഏത് മനുഷ്യബന്ധമായാലും, മനുഷ്യബന്ധങ്ങളിൽ ആ ബന്ധം നിലനിൽക്കണമെങ്കിൽ, വളരണമെങ്കിൽ, വിജയം കിട്ടണമെങ്കിൽ പരസ്പരം, ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ജീവിതത്തിലെ വ്യത്യസ്തമായ വഴികളിലൂടെ പോകുമ്പോൾ അവിടെയൊക്കെ തോറ്റുകൊടുക്കാൻ തയ്യാറാണ്. എപ്പോൾ ഞാൻ തോറ്റുകൊടുക്കാൻ തയ്യാറാകുന്ന മനോഭാവം സ്വീകരിക്കുന്നു, അപ്പോഴെല്ലാം ഞാൻ യേശുക്രിസ്തുവിനോട് അനുരൂപപ്പെടുകയാണ്. ഞാൻ അപ്പോൾ യേശുക്രിസ്തുവുമായിട്ട് ഐക്യപ്പെടുകയാണ്. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുന്ന, അനുരൂപപ്പെടുന്ന ഒരു വ്യക്തിയെ വിജയിപ്പിക്കുക എന്നുള്ളത് യേശുവിൻ്റെ ദൗത്യമാണ്. നമുക്കൊക്കെ അറിയാം, യേശു ഒരു ദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് വിജയിച്ചിരിക്കും. അപ്പോൾ യേശു കാണിച്ചു തന്ന മാതൃക, യേശു പഠിപ്പിച്ച സത്യം, ആ സത്യം ഞാനും നിങ്ങളും സ്വീകരിച്ചാൽ ആ യേശു എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിജയം തരാതിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മൾ കൊന്ത ചെല്ലുന്നവരാ, ജപമാല ചെല്ലുന്നവരാ. നിങ്ങൾ ഓർക്കണം, ഏത് ജപമാലയുടെ അറ്റത്തും ആ ജപമാല അല്ലെങ്കിൽ കൊന്ത, അത് കൊന്തയായിത്തീരണമെങ്കിൽ ആ കൊന്തയുടെ അറ്റത്തൊരു കുരിശ് വേണം.
ആ കുരിശില്ലെങ്കിൽ എന്തോ ഒരു കുറവ് ആ കെട്ടിയ കൊന്തയ്ക്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഞാൻ ഒരു കൊന്ത ചൊല്ലിയാൽ ആ ചെന്ന് അവസാനിക്കുന്നത് എവിടെയാ? ഓരോ കൊന്തയും ചൊല്ലി അവസാനിക്കുന്നത് കുരിശിലാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഓരോ കൊന്തയും ഓരോ ജപമാലയും ഞാൻ ചൊല്ലുന്നത് ഞാൻ ആരെല്ലാമായിട്ടാണ് ബന്ധപ്പെടുന്നത്, ആ ബന്ധപ്പെടുന്ന വ്യക്തിയെ നേടാൻ, അത് ചിലപ്പോൾ എൻ്റെ സഹോദരനായിരിക്കാം, സഹോദരിയായിരിക്കാം, എൻ്റെ അധികാരിയായിരിക്കാം, സഹപ്രവർത്തകനായിരിക്കാം, ആരായാലും ഞാൻ ആ വ്യക്തിയെ നേടണമെങ്കിൽ, ഞാൻ ആ വ്യക്തിയുടെ മുമ്പിൽ വിജയിക്കണമെങ്കിൽ ഈശോ കാണിച്ചെന്നത് തോറ്റുകൊടുക്കുന്ന മനോഭാവം അത് സ്വീകരിക്കാനായിട്ട് തയ്യാറാകണം. അപ്പോൾ ഒരു വ്യക്തി ഒരു ദിവസം എത്ര ജപമാല ചൊല്ലുന്നു, എത്ര കൊന്ത ചൊല്ലുന്നു, കൊന്ത ചൊല്ലുന്തോറും ആ വ്യക്തിക്ക് ലഭിക്കുന്നത് തോറ്റുകൊടുക്കാനുള്ള മനോഭാവമാണ്. ഈ തോറ്റുകൊടുക്കാനുള്ള മനോഭാവമേ ഒരു വ്യക്തിയെ വിജയിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ.